തുടക്കം മുതൽ തന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്നൊക്കെ ഇങ്ങനെ നമുക്ക് പരിശോധിച്ച് നോക്കാം. എവിടെയാണ് ആരുടെ ഭാഗമാണ് ശരി, ആരുടെ ഭാഗമാണ് തെറ്റ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മുടെ അർജുനന്റെ കുടുംബക്കാര് പറഞ്ഞത്. ഏതായാലും അതിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമായിട്ട് തോന്നി. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അടുത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികമായിട്ടും ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു സംഭവം. വോയിസ് ക്ലിയർ ആണോ എന്നറിയില്ല, ഒറ്റൊരു മിനിറ്റ് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ അധികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. ഒന്ന് വയനാട്, മറ്റൊന്ന് അർജുനും ആയിട്ട് സംബന്ധിച്ച് അതുപോലെ നടന്ന ഒരു സംഭവം. ഇത് നടന്നതിന് ശേഷം അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മൃതശരീരം കിട്ടുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ മനാഫും അതേപോലെ ഈശ്വർ മൽപെ എന്നിവർ തുടങ്ങിയുള്ള കുറേ നിരവധി ആൾക്കാരൊക്കെ, പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ്. ഈ അടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരം ലഭിച്ചതിന് ശേഷം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ഇടയിൽ കൂടി അർജുനും അദ്ദേഹത്തിൻ്റെ കുടുംബ ആൾക്കാർ ഒക്കെ ഒരു പ്രസ് മീറ്റിൽ വന്ന് അവിടെ നടന്ന സംഭവം, അതേപോലെ അദ്ദേഹത്തിന് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരായി തിരിഞ്ഞതായ സംഭവം നമ്മളെല്ലാവരും ഈ അടുത്ത് തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു 2 മാസത്തോളമായി അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടാതെ അതിനുവേണ്ടി നല്ലോണം പരിശ്രമിച്ച ആളാണെന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ അറിഞ്ഞതാണ്. അവിടെ പോയി ചെന്ന ആൾക്കാർ അതും അവിടെ കണ്ട് ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് പ്രശ്നം സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ് സ്റ്റാർട്ടിങ് പോയിന്റ്, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. മുഴുവനും കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസമുണ്ടാകും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക പെട്ടെന്ന് തന്നെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് അർജുനൻ്റെ കുടുംബത്തിൻ്റെ ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേപോലെ ചില ആൾക്കാർ, കുടുംബത്തിൻ്റെ ആൾക്കാരൊക്കെ ഒരു പ്രസ് മീറ്റിൽ ഒരു സംഭവം പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം. നമുക്ക് തുടക്കം മുതൽ തന്നെ എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്നൊക്കെ ഇങ്ങനെ നമുക്ക് പരിശോധിച്ച് നോക്കാം. എവിടെയാണ് ആരുടെ ഭാഗമാണ് ശരി, ആരുടെ ഭാഗമാണ് തെറ്റ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും നമുക്ക് ഒന്ന് ജസ്റ്റ് അതൊന്ന് ക്ലിപ്പ് നമുക്ക് കേട്ട് നോക്കാം. അങ്ങനെയല്ല, അതായത് അതിൽ നമ്മൾ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതിലെന്താ പ്രശ്നം? ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരെന്നത് നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ച് അവരും ഞങ്ങളുടെ പ്രശ്നങ്ങളെ സാമ്പത്തികമായി സഹായിക്കാം, എല്ലാ കാര്യങ്ങളും വാഗ്ദാനം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് ശിക്ഷ കണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, കൃഷ്ണദേവി ജോലിയായിട്ട് ഇവരൊക്കെ നോക്കൂ. അറിയുന്ന ആൾക്കാർക്ക് ചോദിക്കുന്നത് ഇതിന് 25,000 രൂപ വ്യക്തികൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു? നമുക്ക് ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് അറിയാം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. എന്തായാലും അഭിജിത്തിനെ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു, മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് അർജുന്റെ പൈസ എല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ച് അവനെ ദാരിദ്ര്യത്തിലാക്കുന്ന ഒരു പിന്നെ
കൊള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാള് ഞങ്ങളുടെ കാര്യത്തിലും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വിളിച്ചു പറയുന്നു അർജുന്റെ പേരിൽ പൈസ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അർജുനും വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊടുത്തിരുന്ന ചില ആൾക്കാർ പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം. അതായത് ഈ വ്യക്തി സംഭവം എന്നിട്ട് നമ്മൾ അവന് സംഭവത്തിന് വേണ്ടി പൈസ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിലായിട്ട് അപ്പൊ ആൾക്കാർ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ ഇതിൽ കണ്ടമില്ല, ഞങ്ങൾക്കൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ പറഞ്ഞ വ്യക്തിയുടെ നന്നാക്കാൻ കൊടുത്തിരുന്നു. പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് പക്ഷെ ഇപ്പോ അത് അർജന്റ് നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ തിരിച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണെന്നെല്ലാം കുഴപ്പം നന്നാക്കി ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അപ്പൊ അതിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധാവും. അപ്പോ എല്ലാവരും പറയുന്നത് വെച്ചാൽ സംഭവം സംഭവമാണ്. ഞാനിന്നത്തെ പഠിച്ചു വന്നതാണ്. ആൾക്കാർ കടമായിട്ട് ശരിയാകുന്നു. അപ്പൊ ഈ നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും, ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയല്ല, ശക്തമായിട്ട് തന്നെ ഇനി പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയാം. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മുടെ അർജുനിൻ്റെ കുടുംബക്കാർ പറഞ്ഞത്. ഏതായാലും അതിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമായിട്ട് തോന്നി. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മനാഫിനെ എടുത്ത് പറയുന്നതല്ല, ടോട്ടലി വിഷയമായിട്ട് പറയുകയാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ പണമൊക്കെ നൽകുമ്പോൾ വീഡിയോസും ഫോട്ടോ എടുത്ത് അത് മറ്റ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ അത് അവർ പറയുന്നത് ശരി തന്നെയാണ്, മാനസികമായിട്ട് തളർന്നു പോകും. ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റാത്തതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ മനാഫിനെ കുറിച്ചിട്ട് ചില ഇതൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ബൈക്ക് ശരിയാ, വണ്ടി ശരിയാക്കി, ഓക്കെ, അതെല്ലാം നമുക്കറിയില്ല. ഏതായാലും സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷെ എനിക്ക് തോന്നിയ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിനുവേണ്ടി മനാഫ് ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അവരുടെ സംസാരങ്ങളൊക്കെ ഉള്ളത്. അതിന് ആ ഒരു വീഡിയോ വന്ന സമയത്ത് തന്നെ മനാഫ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുടുംബക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏതായാലും ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മനാഫിനെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ആ പാവത്തിനെ ആദ്യം മുതൽ തന്നെ അദ്ദേഹം ഒരു ഓണർ ചെയ്യേണ്ടതിനപ്പുറം അദ്ദേഹം അവിടേക്ക് നിൽക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ തന്നെ ഓടി നടന്ന് 2 മാസത്തോളം ഇതൊക്കെ നടന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതശരീരം കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ന് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സ്വന്തം ചെലവിൽ തന്നെ ഞാൻ ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ ഞാൻ പുറത്ത് കൊണ്ടുവരുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ആ ഒരു സംസാരം. അത് കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിനോട് യോജിക്കാൻ ഒരു തോന്നുന്നില്ല. കാരണം ഇവർ ഇത്തരത്തിലുള്ള പച്ചക്ക് ആ കുടുംബം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് തോന്നിയത്. ചില കാര്യത്തിനോട് യോജിക്കാം നമുക്ക്. പണം നൽകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി അതൊക്കെ അവർ പറയുന്നത് ശരി തന്നെയാണ്, മാനസികമായിട്ട് തളർന്നു പോകും. ഏതായാലും ഇതിൽ മനാഫിൻ്റെതും ആയിട്ട് യാതൊരു തെറ്റും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിനുശേഷം മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ അല്ലെങ്കിൽ പ്രസ് മീറ്റിലൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് നിങ്ങൾ കേട്ട് നോക്കൂ. ഈ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ മനാഫ് ഈ ഒരു സംസാരം സംസാരിച്ചത്. പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. കാര്യങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേ എനിക്ക്. എന്നാ പിന്നെ സുഖമായിരുന്നു, പോരേനല്ലോ.
എടുത്തു എന്തേ ഇവര് നേരം വെയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ? ഞാൻ എന്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എന്റെ ഫാമിലിയാണ്. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാൾ എൻ്റെ തന്നെ. ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ നല്ലോണം ചിന്തിക്കണം സഹോദരങ്ങളെ. മനാഫ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവ് പ്രൂഫ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, ഞാൻ കളക്ഷൻ ചെയ്തിട്ടുണ്ടോ മറ്റെന്തെങ്കിലും തെളിവുകൾ നിങ്ങൾ കാണിച്ചാൽ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ അവിടെ ഞാൻ നിന്ന് കളയും, നിങ്ങൾ കല്ലെറിഞ്ഞ് എന്നെ കൊന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നല്ലോണം പഠിക്കാനുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇത് ഇനിയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും നമുക്ക് പറയാനുള്ളത് സത്യാവസ്ഥ പുറത്തു വരട്ടെ. അതോട് മാത്രം തീർന്നില്ല. അതിനുശേഷവും മറ്റൊരു പ്രസ് മീറ്റിൽ നമ്മുടെ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി മറ്റൊരു കാര്യം കൂടി പറയുന്നതായിട്ട് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഈ വീഡിയോയിൽ മൊത്തമായിട്ടും ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്തു തരാം. എല്ലാം ശരിക്കും നിങ്ങൾ കേട്ടാൽ എന്താണിത് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. അവസാനം വരെ നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഓരോ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കുടുംബത്തിന് ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഇനിയൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ്, ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. കുറച്ചൊരു ഉത്തരവാദിത്തപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത്, അവരായാലും നമ്മളായാലും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്, ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റെ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോട് കൂടിയിട്ട് നമുക്ക് തീരെ. മനാഫിൻ്റെ വാക്കുകൾ ഇതിലും നമുക്ക് ഒന്നും തന്നെ തള്ളിപ്പറയാനില്ല. മനാഫ് മറ്റൊരു പ്രസ് മീറ്റിൽ വന്ന് പറഞ്ഞത്, അവരോട് ഞാൻ മാഫ് ചോദിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാരണം അത്രയും വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. അതിനോട് മനാഫ് പറയുന്നത്, എൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരിക എന്ന് പറഞ്ഞ് അവിടെ ക്ഷമ ചോദിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം മനാഫിനെതിരെ കേസ് കൊടുത്തതും ഇങ്ങനെ നടന്നുപോയി. അതിനൊക്കെ പറയാൻ ഈ ഒരു വീഡിയോ നല്ലോണം ലോങ് ആയിപ്പോയി എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട്, ബോധമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഏതായാലും നമുക്ക് നിർത്താം ചില കാര്യങ്ങൾ പറഞ്ഞ്. അടുത്ത വീഡിയോൻ്റെ അകത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് സംഭവം എന്താണ് നടന്നതെന്ന് നമുക്ക് അതിലൂടെ നോക്കാം. ഇത് അവസാനമല്ല അതിൻ്റെ ശേഷമായിട്ട് വന്ന ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞ ഒരു കാര്യമാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി പറയുന്നത് ഇതിലൂടെ നിർത്തണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇത്തരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ വരുന്നതിന് പകരം രണ്ടുപേരും അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. പ്രസ് മീറ്റിലൊന്നും ഇതാക്കാതെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത്രയും വലിയ ദൗത്യം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പിന്നിൽ വെറുതെ ഇങ്ങനെ ചളിവാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം
മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിനകത്ത് പറയുകയും അതിനുശേഷം ചില സംഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. മനാഫിനെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഇത് വീഡിയോ നല്ലോണം നീണ്ടുപോകുമെന്നുള്ള ബോധത്തോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ ഏതായാലും നിർത്തുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതാണ്. ഏതായാലും നിങ്ങൾ സ്റ്റേ ട്യൂൺ. ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, ഇനി സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്ന് ചില ആൾക്കാർ വന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും ഇതിന് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷമേ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര ദിവസം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഞാനിത് എവിടേക്ക് എത്തുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ അറിയിക്കണം. എൻ്റെ അഭിപ്രായമാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചത്. കാരണം മനാഫിനെ ഒന്നും കുറ്റം പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും ദിവസങ്ങൾ അവിടെ ഇരുന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരും ചെയ്യില്ല. ഒരു ദിവസം പോലും മുടക്കാതെ അവിടെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചിന്തകളിൽ ആയിട്ട് അതേപോലെ അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ടതായ എല്ലാ വ്യവസ്ഥകളും ചെയ്ത ഒരാളെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ശരിക്കും ആർക്കും അതൊന്നും സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്ത് 4 ലക്ഷത്തിന് മുകളിൽ അതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. ഏതായാലും ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നീണ്ടുപോകും, ആയതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകമായി ദുആ ചെയ്യുന്നു, വസിയത്തോടു കൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.